2000 രൂപയാണ് റൂമിന്റെ റെന്റ്. ഇവിടെയൊക്കെ ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള റൂമുകളാണ് ഉള്ളത്. കുറഞ്ഞ റൂമൊന്നും നമുക്ക് കിട്ടാൻ സാധ്യതയില്ല. അപ്പോ റൂം കൊള്ളാം. ഇത് നമ്മൾ കരോൾ ബാഗ് എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ താമസിച്ചത്. ഡൽഹിയിലെ കരോൾ ബാഗ് സിറ്റിയാണ്. നമുക്ക് പർച്ചേസിംഗ് നടത്താനും ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിക്കാനൊക്കെ വില കുറവുള്ള സ്ഥലമാണെന്നാണ് പറഞ്ഞ അറിവ്. എനിക്കറിയില്ല. എന്തായാലും പോയി നോക്കിയാലേ അറിയാൻ പറ്റത്തുള്ളൂ. നല്ല രാവിലെ നല്ലൊരു ത്രില്ലിലാണുള്ളത്. കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്യാനുണ്ട്. നമുക്ക് ഉടുപ്പാണ്. नहीं ये बड़ा वाला देखो, बड़ा वाला ये साइज, ये आदमी साइज कितना? 250. कितना रुपये? ये 350 का सेट है. मेरा सब्सक्राइबर यूर बोलो. वही चैनल को भी सब्सक्राइब चैनल. ये नाम क्या है ये एरिया? मथुरा जंक्शन. मेरा सब्सक्राइबर आदमी अच्छा है आदमी. ये अच्छा चाया. ओके. താജ്മഹലിൻ്റെ മുന്നിലാണ് ഞാനുള്ളത്. ഇവിടെ ഏകദേശം ഒരു 3 മണിയായ ടൈമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രകൃതി തന്നെ കാണാൻ നല്ല ഭംഗിയുള്ള ആ ഒരു കാഴ്ചയാണ് നമുക്ക് സമ്മാനിക്കുന്നത്. ഇത് താജ്മഹലിൻ്റെ പുറകിലുള്ള ഒരു ഗോപുരമാണ്. ഇത് താജ്മഹലിൻ്റെ ചരിഞ്ഞ ഒരു മിനാരം. ചരിഞ്ഞാണ് നിൽക്കുന്നത് ഒരു സൈഡ്. അതുപോലെ തന്നെ ഈ 4 സൈഡിലും ഇതേപോലെ ഉള്ള കോട്ടയുണ്ട് വാതിലുള്ള. അത് 4 സൈഡിലും ഉണ്ട് താജ്മഹലിൻ്റെ. എവിടെ നിന്ന് നോക്കിയാലും ഒരേ ആംഗിളിൽ കാണാൻ പറ്റുന്ന ആ ഒരു രീതിയിലാണ് ഇതുള്ളത്. കംപ്ലീറ്റ് മാർബിളാണ്, തറ ഉൾപ്പെടെ. ഏതായാലും ഇത് വലിയ അത്ഭുതം തന്നെയാണ് ലോകത്തിലെ. ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോ ആണ്. നമ്മൾ അങ്ങനെ താജ്മഹലിലേക്ക് എത്തിയിരിക്കുന്നു. നമ്മുടെ ലക്ഷ്യം ലോകത്തിലെ 7ാമത്തെ അത്ഭുതം